ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദസ്വാമി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി ഇട്ടത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതിനാൽ ഇയാൾക്ക് എത്താൻ കഴിഞ്ഞില്ല. ജയിൽ ചാട്ടത്തിന് 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് സഹതടവുകാരികളോട് പറഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ശരിക്കും എന്തോ ഒരു ഭാഗ്യത്തിന് ഇയാൾക്ക് പിഴവ് പറ്റിപ്പോയി, അതുകൊണ്ട് ഇയാൾ പിടിയിലായി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കാര്യം ഇയാൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞതുപോലെ എത്രയോ സ്ത്രീകളുടെ ഉറക്കം നഷ്ടപ്പെട്ടതിനെ, മാത്രമല്ല അവരെ പോലെയുള്ള എത്രയോ പേർക്ക് ഇയാളെ കൊണ്ട് ഭീഷണിയായതിന്. എന്തായാലും അയാളെ പിടികൂടാൻ കഴിഞ്ഞ പോലീസുകാർക്കും അവരെ സഹായിച്ച നാട്ടുകാർക്കും നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നു. പറയുക അരുൺ പൂപ്പറമ്പ. എസ് കെ എൻ, അതിൽ നാട്ടുകാരുടെ ഇടപെടൽ വളരെ നിർണായകമായത്. ഇന്നലെ തന്നെ നമ്മൾ വിവരങ്ങൾ പുറത്ത് വിട്ടതാണ്. അതായത് നാട്ടുകാർ നൽകിയിട്ടുള്ള വിവരമാണ് പോലീസിനെ ഏറെ സഹായിച്ചത്, ഗോവിന്ദസ്വാമിയെ വളരെ വേഗത്തിൽ പിടികൂടാൻ സഹായിച്ചത് എന്ന് നമ്മൾ നേരിൽ അത് കാണുകയും അത് തത്സമയമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ നേരത്തെ പുറത്തുവിട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ കൂടി വിവരങ്ങൾ. അതിൽ ഈ ജയിൽ ചാടിയതിനു ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇയാൾ ജയിൽ ചാടിയതിനു ശേഷം നഗരത്തിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പക്ഷേ ഇയാൾക്ക് വഴി തെറ്റി ഇയാൾ മറ്റ് വഴികളിലൂടെ നടന്നു. അങ്ങനെയാണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അങ്ങനെ നാട്ടുകാർ പോലീസിന് വിവരം നൽകുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. സഹതടവുകാരന് കൂടി ഇയാളെ സംബന്ധിച്ച്, അത് ഈ ജയിൽ ചാടുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകൾ, പദ്ധതികളൊക്കെ ആ സഹതടവുകാരന് അറിയാമായിരുന്നു. അയാളും ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതും റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ഗോവിന്ദസ്വാമിയോട് പറഞ്ഞു, ജയിൽ ചാടിയാൽ തന്നെ 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന കാര്യം ആ സഹതടവുകാരനായിട്ടുള്ള തമിഴ്നാട് സ്വദേശിയാണ് ഈ വിവരം ഇത്തരത്തിൽ ഗോവിന്ദസ്വാമിയോട് പറഞ്ഞത്. അതോടൊപ്പം രക്ഷപ്പെട്ടതിന് ശേഷം തമിഴ്നാട്ടിൽ പോകേണ്ട ചില സ്ഥലങ്ങൾ കൂടി ഈ സഹതടവുകാരൻ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ആയുധം എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അയാൾക്ക് ഈ ബ്ലേഡിന് സമാനമായ ഒരു ആയുധം ഇയാളുടെ കയ്യിൽ ഈ ആശാരിപ്പണിക്ക് വന്ന അവരിൽ നിന്ന് ഇയാൾ ശേഖരിച്ചിരുന്നു. അതിൻ്റെ മൂർച്ച കൂട്ടി ഇത് ഇരുമ്പ് കമ്പി മുറിക്കുന്നതിനാവശ്യമായിട്ടുള്ള തരത്തിൽ അത് ക്രമീകരിച്ചത് അടുക്കളയിലെ ഉണ്ടായിരുന്ന അരം ഉപയോഗിച്ചാണ്. അത് അങ്ങനെ ആയുധം ആക്കിയെടുത്തു. ഇതിനെ അതായത് ഇരുമ്പും കമ്പി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധം ആ രീതിയിൽ അരം ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഓരോ നിമിഷവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സുരക്ഷാ വീഴ്ച എത്രത്തോളം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത്.